അതുപോലെ തന്നെ ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നമ്മളെ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ വിജയൻ ബാബു സാറ്, സെക്രട്ടറി ശ്രീ വിജയകുമാർ, അതുപോലെ തന്നെ കല്ലിക്കൽ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ ശശിധരൻ സാറ്, മുതുവിട റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ ദിവാകരൻ സാറ്, നമ്മുടെ ട്രഷറർ ശ്രീ വിധിലാൽ റഷീദ്, റാറ്റിൻ്റെ ചെന്ന് കണ്ടപ്പോൾ സാറ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കാമെന്ന് സമ്മതിക്കുകയും അങ്ങനെ ഞങ്ങൾ അന്ന് അവിടെ വെച്ച് സാറുമായി സംസാരിച്ചു. സാറ് എത്തിച്ചേർന്നു. റെസിഡൻസ് അസോസിയേഷൻ്റെ ആവശ്യകതയും മറ്റു കാര്യങ്ങളും പ്രത്യേകിച്ച് നെടുമങ്ങാട് താലൂക്കിലും അദ്ദേഹത്തിൻ്റെ സബ് ഡിവിഷനിലുമൊക്കെ ഇത്തരത്തിലുള്ള റെസിഡൻസ് കൂട്ടായ്മകൾ പോലീസുമായിട്ടും ഗവൺമെൻറ്റുമായിട്ടും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ടൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ കുടുംബ കൂട്ടായ്മകൾ ഉണ്ടാകുന്ന നേട്ടങ്ങളും ഒരു സാമൂഹ്യ സുരക്ഷയുടെ രീതിയിലേക്ക് പോകാൻ കഴിയുന്നതിനെ കുറിച്ചുമൊക്കെ അദ്ദേഹം വിശദമായി സംസാരിക്കും. ഇത്തരത്തിൽ ജില്ലാ കമ്മിറ്റിയും അതുപോലെ താലൂക്ക് കമ്മിറ്റികളും മാത്രം പോരാ, അതാത് മേഖലകളിൽ മിനിമം ഒരു വാർഡിലെങ്കിലും റെസിഡൻസ് അസോസിയേഷൻ്റെ ഓരോ കമ്മിറ്റികൾ നിലവിലുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ പോലീസിൻ്റെ പണി വളരെ എളുപ്പമാണ്. ഞാൻ കഴക്കൂട്ടത്ത് CA ആയിരിക്കുമ്പോൾ അവിടെ ശക്തമായ ഒരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു. എല്ലാ വാർഡുകളിലും അസോസിയേഷൻ്റെ ഓഫീസ്, അസോസിയേഷൻ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലൊക്കെ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥ അവർ സൃഷ്ടിച്ചു തന്നില്ല. യഥാർത്ഥത്തിൽ ഒരു ഞായറാഴ്ച വീട്ടിൽ പോയില്ലെങ്കിൽ എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരിക്കലും വലിയ രീതിയിലുള്ള പരാതികളുടെ പ്രവാഹം ഇല്ലാത്തൊരു അവസ്ഥ സംജാതമാക്കാൻ അന്ന് റെസിഡൻസ് അസോസിയേഷന് കഴിഞ്ഞു എന്നത് എടുത്തു പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഒരു 80 വീടോളം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അവരുടെ സഹായ സഹകരണത്താൽ ഇങ്ങനെ ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കി പൊതുജനങ്ങൾക്കും നമുക്ക് ഇതിനകത്തുള്ള ആളുകൾക്കും പുറമേ ഉള്ളവർക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി കൊടുക്കുന്നതിന് സഹായകമായിരുന്നു എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. എന്ന പേരിൽ സംഘടന രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ഉദ്ഘാടനം നടന്നതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടും അതാത് പ്രദേശത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു വയ്ക്കുകയും പോലീസിൻ്റെ സഹകരണത്തോടുകൂടി ഏതെല്ലാം പരിഹരിക്കാൻ കഴിയും അതെല്ലാം ചെയ്തുകൊണ്ട് വരികയാണ്. ഇപ്പോൾ ആ പ്രദേശം മുതൽ ഏകദേശം നമ്മുടെ ചന്തമുക്ക് കറങ്ങി ലവിക്കോണം കറങ്ങുന്നവരുണ്ട്. അപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞു, സുഹൃത്തുക്കളോട് ഇതിൻ്റെ ചരിത്രമൊക്കെ പറയുമെന്ന് പറഞ്ഞു. ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയുണ്ട്. എൻ്റെ ബഹുമാന DSP സ്ഥാനത്ത് സമയം കുറവായതുകൊണ്ട് ഞാനിങ്ങനെ ഒരുപാട് നിൽക്കുന്നില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഞാൻ എടുത്തോണ്ട് സാർ. രൂപീകരിച്ചിട്ട് 8 വർഷമേ ആയുള്ളൂ. 60 വീടുമായിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നവരടക്കം ഏകദേശം 85ഓളം അംഗങ്ങളാണ് ഇതിനകത്തുള്ളത്. ഞങ്ങൾ ഈ തുടങ്ങിയ സമയത്ത് കുറച്ച് മേശ കസേരയൊക്കെ ഞങ്ങൾ കയ്യിൽ നിന്ന് അഡ്വാൻസ് എടുത്ത് വാങ്ങി ആണ് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്.
അത് വയ്ക്കാനൊരു സ്ഥലമില്ലാത്ത ഒരവസ്ഥയാണ്. പല വീടുകളുടെയും കാർ പോർച്ചിലും സൈഡിലുമൊക്കെ അങ്ങനെ കൊണ്ടുവച്ചുകൊണ്ടിരുന്നത്. അന്നേ ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമാണ് ഇതുപോലൊരു ഹാള് പണിയുക എന്നുള്ളത്. അതിന് പുറമെ തന്നെ ഞങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയത് മുതൽ എല്ലാ 2 മാസത്തിലൊരിക്കലും ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പ്രാവീണ്യമുള്ള ഒരാളെ കൊണ്ടുവന്ന് നമ്മുടെ അസോസിയേഷനിലെ വീട്ടമ്മമാർക്കും കുട്ടികൾക്കും എല്ലാവരുടെ ആരോഗ്യത്തെക്കുറിച്ച്, ഗ്യാസിനെ കുറിച്ച്, സൈബറിനെ കുറിച്ച്, മയക്കുമരുന്നിനെ കുറിച്ച് ഇങ്ങനെ ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പോൾ ക്ലാസ് എടുക്കുന്നതിന് ഞങ്ങൾക്ക് ഒത്തിരി ചിലവ് വരുമായിരുന്നു. കാര്യം വാടകയ്ക്ക് ഹാൾ എടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ എന്നുള്ളൊരു അഭിപ്രായത്തോടെ എനിക്ക് വിയോജിപ്പില്ല. എങ്കിൽ തന്നെ പൂർണ്ണമായിട്ട് യോജിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പക്കാരുടെ അവരുടെ ആവശ്യങ്ങൾ ന്യായമായതാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കൂടെ ഉണ്ടാകും. കാരണം ന്യായമായ കാര്യങ്ങൾ നമ്മൾ എന്നും കൂടെ അതല്ല അവരുടെ ആവശ്യമെന്നുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തെ അല്ലെങ്കിൽ കുട്ടി നീ പറയുന്നത് ശരിയായുള്ള കാര്യമില്ല, ഇതല്ലേ കുറച്ചും കൂടെ നല്ലത് എന്ന് അവർക്കൊരു ബോധവൽക്കരണം കൊടുക്കുന്നതാവണം നമ്മളുടെ ഉത്തരവാദിത്വം. കൂട്ടുകുടുംബങ്ങളായിരുന്നപ്പോൾ നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും കുട്ടികൾ, അത് ചേട്ടൻ്റെയോ വലിയച്ഛൻ്റെയോ ആരോ ആയിക്കോട്ടെ, ആണായാലും പെണ്ണായാലും വഴിതെറ്റി പോകുന്നതെന്ന് അറിയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ ഒരു വാണിംഗ് സിഗ്നൽ കൊടുക്കുമായിരുന്നു. ആൾക്കാർ വന്നതിൽ ആദ്യമേ ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. കൂടാതെ ഇന്ന് ഇവിടെ പല ചർച്ചകളും നടന്നു. നമ്മുടെ പ്രസിഡന്റ് നിരവധി കാര്യങ്ങൾ ഇവിടെ ഒരു ലിസ്റ്റായിട്ട് തന്നെ വായിച്ചു. ഞാനും സതീശൻ സാറും പ്രസിഡന്റ് ബാബു സാറും കൂടി ഓഫീസിൽ പോകുമ്പോൾ അദ്ദേഹം ഒരു ഉച്ച സമയമാണ്. അദ്ദേഹം അവിടെ 10-25 പേര്